നമസ്കാരം. ജമ്മു കാശ്മീരിലെ ഇന്നലത്തെ കുടിയേറ്റ തൊഴിലാളികളുടെ വധത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ ലത്തീഫ് ഭട്ടും കൂട്ടാളിയുമാണെന്ന് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം. വെള്ളിയാഴ്ച കുൽഗാമിൽ ഛത്തീസ്ഗഡ് സ്വദേശികളായ 2 കുടിയേറ്റ തൊഴിലാളികൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് വിരൽ ലഷ്കർ കമാൻഡറിലേക്ക് നീളുന്നത്. ലത്തീഫ് ഭട്ടിന്റെ സഹായിയായ വാരിസ് ഷായാണ് ആക്രമണങ്ങൾക്കാവശ്യമായ വിവരശേഖരണവും ലൊക്കേഷൻ പരിശോധനയും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി നൽകിയതെന്നാണ് സുരക്ഷാ ഏജൻസികൾ കരുതുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുൽഗാമിൽ ഭീകരർ തൊഴിലാളികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വെടിവെപ്പിൽ ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക് സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ ഭൂപേന്ദർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ കശ്മീരിലുണ്ടാകുന്ന രണ്ടാമത്തെ ആസൂത്രിത ആക്രമണമാണിത്. കഴിഞ്ഞ ആഴ്ച അനന്ത്നാഗിൽ ഒരു പോലീസുകാരൻ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ കശ്മീരിലുടനീളം പോലീസ് വ്യാപക തെരച്ചിലും കടുപ്പമേറിയ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കുൽഗാമിലെ കെല്ലം പ്രദേശത്തെ ഇഷ്ടിക ചൂളയിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആക്രമണത്തിന് ശേഷം ഭീകരർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക്, ഭൂപീന്ദർ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നും പിന്നീട് തിരിച്ചറിഞ്ഞു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ട ദീപകിന്റെ മൃതദേഹം പിന്നീട് നടപടിക്രമങ്ങൾക്കായി മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ ഭൂപീന്ദറിനെ ആദ്യം പ്രദേശത്തെ ആശുപത്രിയിലും പിന്നീട് അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണ വിവരം അറിഞ്ഞ് സുരക്ഷാ സേന ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രദേശം വളഞ്ഞ് ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണം അനുസരിച്ച് AK-47 തോക്കുകൾക്ക് പകരം പിസ്റ്റളുകൾ പോലെയുള്ള ചെറിയ ആയുധങ്ങളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ മറഞ്ഞിരുന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി രക്ഷപ്പെടുന്ന ഹൈബ്രിഡ് ഭീകരരുടെ സാധാരണ ശൈലിയാണിത്. ലഷ്കറിന്റെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. വലിയ ആയുധങ്ങളോ വലിയ സാന്നിധ്യമോ ഇല്ലാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പെട്ടെന്ന് കടന്നുവന്ന് വെടിയെതിർത്ത് അപ്രത്യക്ഷമാകുന്നതാണ് TRFന്റെ രീതി. താഴ്വരയിൽ ഭീതി പടർത്താനും സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന സമാധാന അന്തരീക്ഷം തകരാൻ സാധ്യതയുണ്ടെന്ന് സന്ദേശം നൽകാനുമാണ് ഭീകരർ ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലോടെയാണ് ലഷ്കർ കമാൻഡറായ ലത്തീഫ് ഭട്ട് സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് ഉന്നത ലഷ്കർ കമാൻഡർ സാക്കിർ ഗനായിക്കൊപ്പം ലത്തീഫ് ഭട്ടും കെണിയിലായിരുന്നു. 5 ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ സാക്കിറിനെ സേന വധിച്ചെങ്കിലും ഭട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനുശേഷം അതിർത്തിക്കപ്പുറത്തേക്കുള്ള ഹാൻഡ്ലർമാരുടെ നിർദ്ദേശപ്രകാരം കശ്മീരിലെ സ്ലീപ്പർ സെല്ലുകളെ വീണ്ടും സജീവമാക്കിയാണ് ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നേരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതെന്നാണ് സംശയം. അതേസമയം ഭീകരാക്രമണത്തിൽ ഈ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവം കടുത്ത സുരക്ഷാ വീഴ്ചയാണെന്നും വിഷയത്തിൽ സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും PDP അധ്യക്ഷയും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി വ്യക്തമാക്കി. ആക്രമണത്തെ ശക്തമായി അപലപിച്ച അവർ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കാശ്മീർ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. സ്വന്തം നാടുകളിൽ ജോലിയില്ലാത്തതിനാലാണ് ദൂരദേശങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഉപജീവനത്തിനായി കശ്മീരിലേക്ക് എത്തുന്നതെന്ന് മെഹബൂബ ഓർമ്മിപ്പിച്ചു. ഇവിടെ വന്ന് അധ്വാനിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഈ ദാരുണ സംഭവത്തെ അപലപിക്കാൻ എനിക്ക് വാക്കുകളില്ലെന്നും അവർ പറഞ്ഞു. മേഖലയിൽ കരസേനയുടെയും CRPFന്റെയും പോലീസിന്റെയും ശക്തമായ സാന്നിധ്യമുള്ളപ്പോഴും ഭീകരർക്ക് എങ്ങനെ കടന്നുവന്ന് നിരായുധരായ തൊഴിലാളികളെ വധിക്കാൻ സാധിച്ചുവെന്നത് പരിശോധിക്കപ്പെടണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. എവിടെയോ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷണം നടത്തി സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുൽഗാമിലെ കെല്ലാം പ്രദേശത്ത് തൊഴിലാളികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടാമത്തെയാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത്.